Hi friends, welcome to Pradap G Tech. നമ്മുടെ ഇന്നത്തെ വീഡിയോ OnePlus Nord എന്ന ഫോണിന്റെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ആണ്. ഇതിന്റെ അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റുമോ എനിക്ക് അറിയില്ല. കാര്യം വേറെ ഒന്നുമല്ല, ഞാനിത് ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്. ശോഭ സിറ്റി, തൃശ്ശൂർ ശോഭ സിറ്റി എന്നാണ് ഞാൻ ഈ ഒരു ഫോൺ വാങ്ങിക്കുന്നത്. അവിടെ നിന്ന് തന്നെ അൺബോക്സ് ചെയ്ത് ഇത് പരിശോധിച്ചിട്ടാണ് കൊണ്ടുവന്നത്. കാര്യം വേറെ ഒന്നുമല്ല, ഇതിന്റെ ഡിസ്പ്ലേ ഇഷ്യൂ നമ്മൾ ഓൾറെഡി കേട്ടതാണ്. ഒരുപാട് മാധ്യമങ്ങളിൽ വന്നതാണ്, ഒരുപാട് ടെക്നോളജി സൈറ്റുകളിൽ വന്നതാണ്. പിന്നീട് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ OnePlus 4 ഇതിന്റെ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അവരുടെ ഏർലി ആക്സസ് കിട്ടിയ ചില ആൾക്കാരാണ് ഈ ഒരു ഇഷ്യൂ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. OnePlus അത് അവരോട് പറയുന്നുണ്ട്, പിന്നീട് ഇതൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റോട് പരിഹരിക്കാം. അങ്ങനെ ഡിസ്പ്ലേകളിൽ ഇത്തരം ഇഷ്യൂ ഉണ്ടാവാറുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ റിപ്ലൈ കൊടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു. ആ കാര്യം ഞാൻ വീഡിയോ ചെയ്ത് നിങ്ങളെ അറിയിക്കുകയും ചെയ്തിരുന്നതാണ്. ആ വീഡിയോയ്ക്ക് താഴെ ചില സുഹൃത്തുക്കൾ പറഞ്ഞത് ആ വീഡിയോ ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്തതാണെന്നാണ്. അതായത് റിവ്യൂ യൂണിറ്റ് കിട്ടാത്തത് കൊണ്ട് ദേഷ്യം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണെന്ന മറ്റുള്ള കമന്റുകളാണ് നമ്മൾ അവിടെ കണ്ടത്. കുറച്ച് പേരുടെ അതിന്റെ കാര്യം വേറെ ഒന്നുമല്ല, അവരധികം ടെക്നോളജിപരമായ കാര്യങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്യാത്ത അല്ലെങ്കിൽ ഇത്തരം സൈറ്റുകളെയോ സോഷ്യൽ മീഡിയ ഒന്നും ഫോളോ ചെയ്യാത്ത ആൾക്കാരാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കിയെന്ന മറ്റുള്ള തോന്നൽ അവർക്ക് ഉണ്ടായത്. അതായത് റിവ്യൂ യൂണിറ്റ് കിട്ടാത്തതിന്റെ ദേഷ്യമാണ് ഞാൻ കാണിക്കുന്ന ഒരു തോന്നൽ അവർക്ക് ഉണ്ടായത്. നോർമലി അതൊന്നുമല്ല, ഇത് ഓൾറെഡി എല്ലാ സോഷ്യൽ മീഡിയാസിലും അല്ലെങ്കിൽ ടെക്നോളജി സൈറ്റുകളിലും ചാനലുകളിലും ഒക്കെ വന്നതാണ്. OnePlusന്റെ തന്നെ ഫോറത്തിലും ഡിസ്കഷൻ ഉള്ള ഒരു വിഷയമാണ്. അപ്പോൾ അത് ഏർലി ആക്സസ് കിട്ടിയ ചില യൂണിറ്റുകളിലാണ് ഉള്ളതെന്ന് തോന്നുന്നു. നോർമൽ റിവ്യൂ യൂണിറ്റ് കിട്ടിയ ആൾക്കാർക്കൊന്നും ഈ ഇഷ്യൂ ഉള്ളതായിട്ട് റിവ്യൂവേഴ്സ് ആരും പറഞ്ഞിട്ടില്ല. അതേപോലെ നമ്മൾ പർച്ചേസ് ചെയ്ത ഈ റീറ്റെയിൽ യൂണിറ്റ്, ഇതാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്ന യൂണിറ്റ്, ഇതിനകത്തും നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ആ ഒരു ഇഷ്യൂ ഇനീഷ്യലി ഉള്ളതായിട്ട് നമ്മുടെ യൂണിറ്റിൽ ഉള്ളതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതാണ് ആ ഡിസ്പ്ലേ ഇഷ്യൂവിന്റെ കാര്യം. ഇനി നമുക്ക് നേരെ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ OnePlusന്റെ നോഡിന്റെ ബോക്സ് കാണാം. ഇത്തിരി ലൂസാണ് കവറൊക്കെ, അതായത് ഞാനത് ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഇതിന്റെ റിയർ സൈഡിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. 8GB റാമിന്റെ വേരിയന്റ് ആണ്. അതേപോലെ തന്നെ 128GB ആണ് ഇതിന്റെ സ്റ്റോറേജ് വരുന്നത്. അപ്പോൾ 8GB 128ന്റെ വേരിയന്റ് ആണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. ബ്ലാക്ക് വേരിയന്റ് ആണ്. അസംബിൾഡ് ഇൻ ഇന്ത്യ എന്ന് കാണിക്കുന്നുണ്ട്. കോൾകോം പ്രൊസസറിന്റെ കാര്യം, 765G പ്രൊസസറിന്റെ കാര്യം കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫോൺ ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ദിസ് വേ നോടുന്നൊരു ലെറ്റേഴ്സ് ആണ് കാണുക. താഴെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ ഒരു ഐക്കണൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫോണിലേക്ക് നമുക്ക് വരാം. അതിന് മുമ്പ് ബോക്സിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചതിന് ശേഷം ഫോണിലേക്ക് വരാം. അപ്പോൾ ബോക്സിനകത്ത് ഇനി നോക്കിക്കഴിഞ്ഞാൽ വേറൊരു ഒരു ബോക്സാണ് ഇരിക്കുന്നത്. ആ ബോക്സിനകത്ത് നമുക്ക് ഫോണിന്റെ കേസ് ഉണ്ട്. കേസിനകത്ത് കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന വേറൊരു ബോക്സ്. അപ്പോൾ ആ ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് നോഡിന്റെ സ്റ്റിക്കറൊക്കെയാണ് ആദ്യം കാണുന്നത്. അപ്പോൾ സ്റ്റിക്കറൊക്കെ അടങ്ങുന്ന ഒരു സെറ്റ് ഉണ്ട് കേട്ടോ. കുറച്ചധികം ഐറ്റംസ് ഉണ്ട്. SAR വാല്യൂം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു പേജ് ഒരു സെപ്പറേറ്റ് കിടക്കുന്നുണ്ട്. അത് കൂടാതെ ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർഡുണ്ട്. റെഡ് കേബിൾ ക്ലബ് എന്ന് പറയുന്ന ഒരു കാർഡും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് സേഫ്റ്റി ഇൻഫർമേഷൻ, അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേസിലേക്ക് വരാം. കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ക്വാളിറ്റി കേസ് തന്നെയാണ്. ഓവറോൾ ഫ്രണ്ടൊക്കെ കയറി നിൽക്കാൻ സാധ്യതയുള്ള തരത്തിലാണ് കേസിന്റെ മേക്കിംഗ്. നമുക്കത് അപ്ലൈ ചെയ്ത് നോക്കാം. പിന്നെ ഡിസൈനിലും അങ്ങനെ തനിയൊരു ട്രാൻസ്പെറന്റ് അല്ല, ഒരു ചെറിയ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും ഓവറോൾ നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് തരുന്നത്. നല്ലൊരു ഫീലാണ് തരുന്നത്. നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. ഇനി ഇതിന്റെ ചാർജർ നോക്കി കഴിഞ്ഞാൽ 30 വാട്ടിന്റെ ചാർജറാണ്. ഒരു നല്ല ഫാസ്റ്റ് ചാർജിങ് സംവിധാനമാണ്. 5 വോട്ട് 6 ആമ്പാണ് ചാർജർ വരുന്നത്. ടൈപ്പ് സി കേബിളും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ ഒപ്പം വന്നിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഒപ്പം 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഈ ഫോണിൽ വരുന്നില്ല. എന്നാൽ അതിന്റെ അഡാപ്റ്റർ അല്ലെങ്കിൽ ഡോങ്കിൾ ഇതിനകത്ത് കാണുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഒരു ഡോങ്കിൾ ഇതിന്റെ ഒപ്പം എക്സ്ട്രാ ഫോൺ വാങ്ങിക്കുമ്പോൾ തന്നെ വാങ്ങിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് സി ഹെഡ്ഫോൺ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ഒപ്പം ഇയർഫോണോ ടൈപ്പ് സി ഇയർഫോണോ അല്ലെങ്കിൽ അതിനുള്ള ഡോങ്കിളോ വരുന്നില്ല. ഫോൺ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. നമുക്ക് കാണാം OnePlus Nord നല്ല സ്റ്റൈലിലൊക്കെ ഉള്ള ഒരു പ്രീമിയം ക്വാളിറ്റി നമുക്കത് കയ്യിൽ എടുക്കുമ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. നല്ല ഓവറോൾ ബിൽറ്റ് ക്വാളിറ്റി ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. കയ്യിൽ പിടിക്കുമ്പോഴും നല്ലൊരു ഇൻഹാൻഡ് ഫീലാണ്. യാതൊരുവിധ ബുദ്ധിമുട്ടും നമുക്ക് കയ്യിൽ ഫീൽ ചെയ്യുന്നില്ല. വളരെ കംഫർട്ടബിൾ ആയിട്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഹാൻഡ് ഫീൽ തന്നെ നല്ല ഒരു ഇംപ്രഷനാണ് നമുക്ക് ഈ ഒരു ഫോൺ തരുന്നത്. ഇനി നമുക്ക് 1 by 1 ആയിട്ട് ഇതിന്റെ കാര്യങ്ങൾ നോക്കാം. റിയർ സൈഡിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. 48 മെഗാപിക്സലിന്റെ സോണി സെൻസർ അടങ്ങുന്ന ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. LED ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. OnePlusന്റെ ലോഗോ കാണാം. ഇതാണ് ഇതിന്റെ ടോപ്പ് സൈഡ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് OnePlus എന്നുള്ള ലെറ്റേഴ്സും കാണാം, അവരുടെ ബ്രാൻഡിങ്. അപ്പോൾ ഇത്രയുമാണ് റിയർ സൈഡിൽ. Gorilla Glass 5 കൊണ്ട് പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ഈ റിയർ സൈഡ്. സോ റിയർ സൈഡും ഫ്രണ്ട് സൈഡും Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. ഗ്ലാസ് ഡിസൈൻ ആണ്. ഇത്തിരി സ്ലിപ്പറിയാണ്, സ്മഡ്ജസ് ഒക്കെ വരുന്നുണ്ട്. ബട്ട് ഓക്കെ, നല്ലൊരു സ്റ്റൈൽ ആൻഡ് ലുക്കിലുള്ള ഒരു പ്രീമിയം ക്വാളിറ്റി ഉള്ള ഡിസൈനാണ് നമുക്ക് റിയർ സൈഡ്. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോൾ 6.44 ഇഞ്ച് വരുന്ന ഒരു ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ്. 90 Hz റീഫ്രഷ് റേറ്റോട് കൂടിയാണ് ഈ ഡിസ്പ്ലേ വരുന്നത്. നല്ലൊരു സ്ക്രീൻ ടു ബോഡി റേഷ്യോയും കാര്യങ്ങളൊക്കെ ഒരു പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, ഓൺ ചെയ്ത് നോക്കാം, കൃത്യമായിട്ട് കാണാൻ എങ്ങനെയുണ്ടെന്നുള്ളത്. ഡുവൽ സെൽഫി ക്യാമറയാണ്. 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ അടങ്ങുന്ന ഡുവൽ സെൽഫി ക്യാമറയാണ് മുകളിൽ നിങ്ങൾക്ക് ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ കാണുന്നത്. പിന്നെ ഇതിനകത്ത് സ്ക്രീൻ ഗാർഡ് സ്റ്റിക്കർ, സാധാ സ്റ്റിക്കർ സ്ക്രീൻ ഗാർഡ് പ്രീ അപ്ലൈഡ് ആയിട്ട് വരുന്നുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും ഫസ്റ്റ് നമുക്ക് കാണാൻ കഴിയുന്നത് സിം ട്രേ ആണ്. ഡുവൽ സിമ്മിന്റെ സിം ട്രേ ആണ്. മൈക്രോഫോൺ ഉണ്ട്. നല്ലൊരു ടൈപ്പ് സി പോർട്ട് ഉണ്ട്. തൊട്ടപ്പുറത്ത് സ്പീക്കർ ഗ്രില്ലും കാര്യങ്ങളും വരുന്നുണ്ട്.
സിം ട്രേയുടെ കൺഫിഗറേഷൻ ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് സിം ട്രേ. ഡുവൽ നാനോ സിം ആണ്. മെമ്മറി കാർഡിന്റെ ഓപ്ഷൻ ഒന്നും വരുന്നില്ല. സോ അതാണ് അതിന്റെ സിം ട്രേ ഓപ്ഷൻസ്. ടോപ്പ് സൈഡിലേക്ക് വരുമ്പോൾ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3.5mm ഹെഡ്ഫോൺ ജാക്ക് ഇവിടെ വരുന്നില്ല. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പവർ ബട്ടണും പിന്നെ ഒപ്പം തന്നെ ഒരു സൈലന്റ് ബട്ടൺ, നമ്മൾ ഐഫോണിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സ്ലൈഡ് ബട്ടൺ, അത് സൈലന്റ് ആക്കാനുള്ളതാണ്. ഫോൺ പെട്ടെന്ന് നമുക്ക് സൈലന്റ് ആക്കണമെങ്കിൽ ഈ ഒരു ബട്ടൺ സ്ലൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് സൈലന്റ് ആക്കാം. അതേപോലെ നോർമൽ മോഡിലേക്കും കൊണ്ടുവരാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വോളിയം ബട്ടണുകൾ കാണാം. ഈ ഒരു ബട്ടണിലാണ് വോളിയം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഡിവൈസ് ഓൺ ചെയ്യാം. അതിനിടയ്ക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ജസ്റ്റ് ഞാനൊന്ന് മെൻഷൻ ചെയ്യാം. ഈ ഒരു OnePlus Nord എന്ന ഡിവൈസ് വരുന്നത് 6.44 ഇഞ്ച് വരുന്ന 90 Hz ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേയുമായിട്ടാണ്. Gorilla Glass 5-ൻ്റെയാണ് പ്രൊട്ടക്ഷൻ. ഓക്സിജൻ OS ആണ്. ബേസ്ഡ് ഓൺ Android 10 ആണ്. Snapdragon 765G എന്ന് പറയുന്ന 5G പ്രോസറാണുള്ളത്. ഇനി ഇതിന്റെ റാം വേരിയന്റുകൾ നോക്കിയാൽ 6GB RAM, 8GB RAM, 12GB RAM അങ്ങനെ വരുന്നുണ്ട്. അത് LPDDR4X RAM ആണ്. സ്റ്റോറേജ് 64GB, 128GB, 256GB സ്റ്റോറേജ് UFS 2.1 ആണ്. നമ്മുടെ കയ്യിരിക്കുന്നത് 128GB സ്റ്റോറേജ് ഓപ്ഷനാണ്. അതിനകത്ത് 102GB ആണ് യൂസർക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. 4115 mAh ആണ് ബാറ്ററി. 30 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. 5 വോട്ട് 6 ആംപ് ആണ്. ക്യാമറ, റിയർ ക്യാമറ നോക്കി കഴിഞ്ഞാൽ മെയിൻ ക്യാമറ 48 മെഗാ ആണ്. സോണി IMX 586 ആണ് സെൻസർ. സോണി സെൻസറാണ്. വൈഡ് ആംഗിൾ 8 മെഗാപിക്സലും ഡെപ്ത് സെൻസർ 5 മെഗാപിക്സലും വരുന്നു. 2 മെഗാപിക്സലിന്റെ മാക്രോ സെൻസറും വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ 32 മെഗാപിക്സലാണ്. അതും സോണി സെൻസർ തന്നെയാണ്. IMX 616 ആണ് സെൻസർ. പ്ലസ് ഒരു 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും വരുന്നുണ്ട്. പ്രൈസ് ഇൻ ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രൈസാണ്. ഇത് ലോഞ്ച് ചെയ്തപ്പോൾ പ്രൈസ് ആണ്. ഭാവിയിൽ ഇതിന്റെ പ്രൈസ് മാറും. നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് ഓൺലൈനിൽ ചെക്ക് ചെയ്യുക. ഈ ഒരു ലോഞ്ച് ടൈമിലെ പ്രൈസ് എന്ന് പറയുന്നത് 6GB RAM 64GB സ്റ്റോറേജിന് 25,000 രൂപയാണ്. 8GB RAM 128GB സ്റ്റോറേജിന് 28,000 രൂപ വരുന്നുണ്ട്. 12GB RAM 256GB സ്റ്റോറേജിന് 30,000 രൂപയുമാണ് വില വരുന്നത്. ഇപ്പോൾ ഫോൺ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കാണാം. നല്ല സ്റ്റൈലിംഗ് ഡിസ്പ്ലേ തന്നെയാണ്. യാതൊരു ഇഷ്യൂസും ഇല്ല. നല്ല സ്മൂത്ത് ആയ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതിനിടയ്ക്ക് നമുക്ക് കിട്ടിയത്. വളരെ സ്മൂത്ത് ആയ ഒരു നല്ല ഡിസ്പ്ലേ ആണ് ഈ ഫോണിലുള്ളത്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ വളരെ ഫാസ്റ്റ് ആണെന്നാണ് നമുക്ക് ഫീൽ ചെയ്തത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി, ഈസി ആയിട്ട് അൺലോക്ക് ആവുന്നുണ്ട്. യാതൊരുവിധ ബുദ്ധിമുട്ടും ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ പെർഫോമൻസിനകത്ത് നമുക്ക് ഫീൽ ചെയ്തില്ല. നിങ്ങളിവിടെ കാണുന്ന പോലെ തന്നെ നല്ല സ്മൂത്ത് ആയ ഒരു ഓപ്പറേഷനാണ് ഫിംഗർ പ്രിന്റ് സെൻസറിനുള്ളത്. പിന്നെ ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് സെൻസർ മാത്രമല്ല ഫേസ് അൺലോക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫേസ് അൺലോക്കിന്റെ പെർഫോമൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈസി ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് അൺലോക്ക് ആവുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും അതിന്റെ ഭാഗത്തില്ല. നമ്മൾ ഫേസ് മാറ്റി പിടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ അനങ്ങത്തില്ല. നമ്മൾ ഫേസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ടാപ്പ് ചെയ്യുന്ന ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓപ്പൺ ആവുന്നുണ്ട്. സോ ഫേസ് അൺലോക്കും ഫിംഗർ പ്രിന്റ് സെൻസറും ഒരുപോലെ തന്നെ നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ OS ആയിട്ട് നിൽക്കുന്നത് ഓക്സിജൻ OS ആണ്. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. അതിന്റെ ഒരു ഇന്റർഫേസ് ആണ് കാണുന്നത്. നമുക്ക് ഇതിന്റെ സ്ലൈഡൊക്കെ ഒന്ന് താഴേക്കൊന്ന് അഡ്ജസ്റ്റ് ബ്രൈറ്റ്നസ് ഒക്കെ ഞാൻ കുറച്ച് കാണിച്ചു തരാം. യാതൊരു ഇഷ്യൂ ഇല്ല. കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് ആയി പോകുന്നുണ്ട്. എൻ്റെ ഇഷ്യൂ ഒന്നും വലിയ കാര്യമായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ എന്തായാലും വിശദമായിട്ട് അത് പരിശോധിച്ചിട്ട് അടുത്ത ദിവസത്തെ വീഡിയോകളിൽ കൃത്യമായിട്ട് ഞാൻ അതിൻ്റെ വിവരങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ എന്തായാലും ഡിസ്പ്ലേയിലെ ടിൻഡ് ഇഷ്യൂ ഒന്നും നമുക്ക് ഇതിനകത്ത് നോർമലി ഫീൽ ചെയ്തിട്ടില്ല. ഇനി ഇതിന്റെ എബൌട്ട് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രോസസർ Snapdragon 765G, അതേപോലെ 8GB RAM 128GB സ്റ്റോറേജിന്റെ മോഡലാണിത്. ക്യാമറ 48 മെഗാപിക്സൽ അടങ്ങുന്ന ക്യാമറ സെറ്റപ്പ്, സെൽഫി ക്യാമറ 32 മെഗാപിക്സലിന്റെ ഡീറ്റെയിൽസ്, Android 10ന്റെ ഡീറ്റെയിൽസ്, OnePlus Nord എന്നുള്ള പേര്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അവരുടെ എബൌട്ട് സെക്ഷനിൽ തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ ആപ്പ് ഡ്രോയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ്, നമ്മുടെ ഓക്സിജൻ OSന്റെ ഒരു ലുക്ക് നിങ്ങൾക്ക് അറിയാം. വളരെ സ്മൂത്തായ നിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ലുക്കുള്ള ഒരു ഇന്റർഫേസ് ആണ് ഓക്സിജൻ OSന്റെ. ആ ഒരു സംഗതി നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ സ്മൂത്തായ ഒരു ഓപ്പറേഷനുമാണ് നമുക്ക് ആ ഒരു ഡിസ്പ്ലേ നമുക്ക് തരുന്നത്. ബ്ലൂടൂത്ത് വേഴ്സും കാരണം കുറച്ചൊക്കെ ഉണ്ട്, ഒരുപാടൊന്നുമില്ല, കുറച്ചൊക്കെ ഉള്ളൂ. ആമസോൺ പ്രൈം പോലെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വന്നിട്ടുള്ളൂ. അത് തന്നെ നമുക്ക് കുറേ എണ്ണം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റാത്ത സംഭവങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് അത് ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷനും OnePlus കൊടുത്തിട്ടുണ്ട്. സോ ബ്ലൂടൂത്ത് വേഴ്സിന്റെ ശല്യം കാര്യമായിട്ടൊന്നും ഇല്ല താനും. ഉള്ളത് തന്നെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാനോ ഡിസേബിൾ ചെയ്യാനോ കഴിയുന്ന തരത്തിലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബ്ലൂടൂത്ത് വേഴ്സിനെ കുറിച്ചൊന്നും ആ ഒരു ശല്യത്തെക്കുറിച്ചൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കണ്ടോ, ഇതുപോലെ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്ത് കളയാൻ കഴിയും. നെറ്റ്ഫ്ലിക്സ് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ അവർ കൊടുത്തിട്ടില്ല, ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ആപ്പ് ഡ്രോയുടെ കാര്യം. കുറച്ച് ബ്ലൂടൂത്ത് വേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ഇനി ഇതിൻ്റെ ലൈറ്റ് വെർഷനാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ഡാർക്ക് മോഡിലായിരുന്നു ആദ്യം സെറ്റ് ചെയ്തിരുന്നത്. ഇവിടെയാണ് നിങ്ങൾക്ക് അതിൻ്റെ കസ്റ്റമൈസേഷൻ എന്നുള്ള ഓപ്ഷൻ അകത്താണ്, ഡിസ്പ്ലേക്ക് അകത്തല്ല, കസ്റ്റമൈസേഷൻ അകത്താണ് ഈ ഡാർക്ക് മോഡ് മാറ്റാനുള്ള ഒരു സെറ്റപ്പ് ഉള്ളത്. റീസെറ്റ് തീം എന്നുള്ള ഭാഗത്താണ് നമ്മളത് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ലൈറ്റ് മോഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഓക്കെ, ഓവറോൾ നല്ല ഒരു വോയിസ് എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് ലൈറ്റ് ആയാലും ഡാർക്ക് ആയാലും കിട്ടുന്നത്. ഞാൻ കൂടുതലായിട്ടും ഡാർക്ക് മോഡാണ് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. ഇനി ഇതിൻ്റെ SAR വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് SAR വാല്യൂ 1.08 ആണ്, ബോഡി SAR വാല്യൂ 0.78 ആണ് വരുന്നത്. അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലിമിറ്റിന്റെ അകത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിനകത്തും വലിയ ഇഷ്യൂസ് ഒന്നും പറയാനായിട്ടില്ല.
ക്യാമറ ടു APIയുടെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ ലെവൽ 3 ആണ്. ഫുൾ ലിമിറ്റഡ് ഒന്നുമല്ല, ലെവൽ 3 ഉണ്ട്. അതുകൊണ്ട് തന്നെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്, ഗൂഗിൾ ക്യാമറ പോലുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് നൈസായിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ വൈഡ് ബൈൻ L1 സർട്ടിഫിക്കേഷൻ, നമ്മൾ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് ആമസോണിൽ നിന്നൊക്കെ ഫുൾ HDയിൽ വീഡിയോ കാണണമെങ്കിൽ DRM ലൈസൻസ് വേണം. L1 തന്നെയാണ്. അപ്പോൾ ഫുൾ ലൈസൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആമസോണിൽ നിന്നോ നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ HDയിൽ തന്നെ വീഡിയോ സ്ട്രീം ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കേസ് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഒരു നല്ല എഡ്ജൊക്കെ കയറി നിൽക്കുന്ന തരത്തിൽ നല്ലൊരു ലുക്കുള്ള കേസ് തന്നെയാണ്. ഫ്രണ്ടിലേക്ക് ലുക്കല്ല, ഒരു പ്രൊട്ടക്ഷനുള്ള കേസ് തന്നെയാണ്. റിയർ സൈഡിൽ നോക്കിയാൽ ഓവറോൾ നല്ല ലുക്കും ഉണ്ട്. ഒപ്പം തന്നെ ക്യാമറ ബമ്പിലേക്ക് കുറച്ചൊന്ന് കയറി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്യാമറയുടെ പ്രൊട്ടക്ഷനും ഏറെക്കുറെ ഇത്തിരി ഉറപ്പാണെന്ന് പറയാം. ഉറപ്പെന്ന് വെച്ചാൽ അത്യാവശ്യം കയറി നിൽക്കുന്നു, വലിയ ഇഷ്യൂസ് ഒന്നും വരാൻ വഴിയില്ല. സോ ഓവറോൾ ഇതിന്റെ കേസും നല്ല സ്ട്രോങ് ആയ യൂസ്ഫുൾ ആയ നല്ല കേസ് തന്നെയാണ് ഇതിന്റെ ഒപ്പം അവർ കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാമറ ഇന്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോട്ടോസ്, അതേപോലെ നമുക്ക് ഇതിന്റെ എല്ലാ ഓപ്ഷനും ഒന്ന് ജസ്റ്റ് നോക്കാം. ലെഫ്റ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം ലാപ്സ്, അതേപോലെ തന്നെ പനോരമ, സ്ലോ മോഷൻ, വീഡിയോ, അങ്ങനെ എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. സ്ലോ മോഷനൊക്കെ 240 ഫ്രെയിം പെർ സെക്കൻഡ് ഫുൾ HDയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സാമ്പിൾ ഞാൻ വരും ദിവസങ്ങളിലെ ക്യാമറ റിവ്യൂവിൽ കാണിച്ചു തരാം. 4Kയുടെ റെസൊല്യൂഷൻ കാണാം. 4K 30 ഫ്രെയിം പെർ സെക്കൻഡ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. റിയർ സൈഡിൽ 30 ഫ്രെയിം പെർ സെക്കൻഡ് വരെ മാത്രമേ 4Kയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഫ്രണ്ട് ക്യാമറയ്ക്കാണ് 4K 60 ഫ്രെയിം പെർ സെക്കൻഡ് വരുന്നത്. ഇനി മറ്റു ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ വീഡിയോസ്, ഫോട്ടോസ്, അങ്ങനെ നോർമലി കാണുന്ന പോർട്രേറ്റ് മോഡ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഏറ്റവും മുകളിൽ സെൻട്രലായിട്ട് 12 മെഗാ പിക്സലിന്റെ ഓപ്ഷൻ കാണാം. അവിടെ ടാപ്പ് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോട്ടോസ് 48 മെഗാ പിക്സലിന്റെയും എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ അതിൽ വീണ്ടും ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 12 മെഗാ പിക്സലിലേക്ക് തിരിച്ചു വരും. ഇനി മറ്റു ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോസിന്റെ അപ്പുറത്ത് പോർട്രേറ്റ് മോഡ് ഉണ്ട്, നൈറ്റ് സ്കേപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് പ്രോ മോഡ് നമുക്ക് കാണാം. പ്രോ മോഡിലൊഴികെ ബാക്കി എല്ലാത്തിലും നമുക്ക് വൈഡ് ആംഗിളിന്റെ ഓപ്ഷൻ കണ്ടു. ഇപ്പോൾ ഞാനിവിടെ പോർട്രേറ്റിലാണ്, ഇവിടെ വൈഡ് ആംഗിളിന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഫോട്ടോസിൽ വരുമ്പോൾ വൈഡ് ആംഗിളും സൂമിങ്ങും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സൂമിങ് നമുക്ക് ഡിജിറ്റൽ 10x വരെ സൂം ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ 2x നിർത്തണമെങ്കിൽ നിർത്താം, 10x വരെ സൂം ചെയ്യാം. പുറകോട്ട് എടുത്താൽ വൈഡ് ആംഗിളായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ വൈഡ് ആംഗിളും നോർമലും അതേപോലെ സൂമിങ് 10x വരെ ഡിജിറ്റൽ സൂം തന്നെയാണ്. അതുകൊണ്ട് വലിയൊരു ക്വാളിറ്റി എക്സ്പെക്ട് ചെയ്യേണ്ട. ഞാനതിൻ്റെ സാമ്പിൾസ് വരും ദിവസങ്ങളിൽ ക്യാമറ റിവ്യൂസിൽ കാണിച്ചു തരാം. എന്തായാലും വീഡിയോയിലും ഫോട്ടോസിലും പോർട്രേറ്റ് മോഡിലും എല്ലാത്തിലും നമുക്ക് വൈഡ് ആംഗിൾ അവൈലബിൾ ആണ്. സെൽഫിയിലടക്കം നമുക്ക് എല്ലായിടത്തും വൈഡ് ആംഗിൾ അവൈലബിൾ ആണ്. വീഡിയോയ്ക്കും അത് പോസിബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഈ ഫോണിനെ സംബന്ധിച്ച് ഒരു നല്ല പ്ലസ് പോയിന്റ് ആണ്. ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്നതിലും കാര്യങ്ങളൊന്നും സ്പീഡ് കുറവൊന്നും, ലാഗ് ഒന്നുമില്ല, ഒക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ക്യാമറ UI ഓപ്ഷൻസ് ഇഷ്ടം പോലെയുണ്ട്. അതേപോലെ തന്നെ പെർഫോമൻസും വളരെ സ്മൂത്ത് ആണ്. ഫ്രണ്ട് ക്യാമറ എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലുള്ള ഓപ്ഷൻസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അതിൽ നമുക്ക് വൈഡ് ആംഗിളും നോർമൽ ആംഗിളും അവൈലബിൾ ആണ്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് വീഡിയോയിൽ നമുക്ക് 60 ഫ്രെയിം പെർ സെക്കൻഡ് വരെ 4Kയിൽ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. പക്ഷേ സ്ലോ മോഷൻ എടുത്തു കഴിഞ്ഞാൽ റിയർ സൈഡിലേക്ക് പോകും. സ്ലോ മോഷൻ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ അവൈലബിൾ അല്ല. ബട്ട് വീഡിയോയിലും ഫോട്ടോയിലും അടക്കം നമുക്ക് വൈഡ് ആംഗിൾ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയുടെ കുറച്ച് സാമ്പിളുകളുടെ കാര്യം. ഓവറോൾ ക്യാമറയുടെ പെർഫോമൻസും നന്നായിട്ടുണ്ട്. കുറച്ച് സാമ്പിളുകൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇതാണ് ഒരു ഫസ്റ്റ് ഇമേജ്. നമുക്ക് നോർമൽ ഒരു ഇമേജ് ആണ്. ഒരു അന്തരീക്ഷത്തിൽ മങ്ങി നിൽക്കുകയാണ്, ക്ലൗഡി മോഡാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സിറ്റുവേഷനിലും ഒരു നല്ല ഓവറോൾ ക്വാളിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്യാമറയിൽ നമുക്ക് ഒരു കുറ്റം പറയത്തക്കതായിട്ടൊന്നും ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ രീതിയിൽ നമുക്ക് ഇവിടെ തോന്നുന്നില്ല. ഒക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലുള്ള ഇമേജുകളാണെങ്കിലും പുറകിലുള്ള ഇമേജുകളാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ക്യാപ്ചർ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഓവറോൾ നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കുക എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ഞാൻ വിശദമായി പരിശോധിച്ചതിന് ശേഷം കൃത്യമായിട്ട് അതിൻ്റെ ഒരു ക്യാമറ റിവ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് അത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം ഞാൻ ആ വീഡിയോയിൽ പറയും. ഇപ്പോഴേക്ക് ജസ്റ്റ് സാമ്പിളുകൾ മാത്രമാണ്, ഒന്ന് കണ്ടു നോക്കുക. ഇൻഡോർ ലൈറ്റിങ്ങിനകത്തുള്ള ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ കാണുന്നത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ശോഭ സിറ്റി മാളിൻ്റെ അകവശമാണ്. അപ്പോൾ അവിടെ നല്ല ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് ഉണ്ട്. ആ ഒരു ലൈറ്റിൽ നമുക്ക് ഈ ഒരു ക്വാളിറ്റി, ഗ്രെയിൻസും കാര്യങ്ങളൊന്നും ഇല്ല, നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ ക്യാപ്ചർ ചെയ്തുകൊണ്ട് നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷനകത്തും ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു മെയിൻ ക്യാമറ സെറ്റപ്പ് ആണ്. സെൽഫി നോക്കി കഴിഞ്ഞാൽ പോർട്രേറ്റ് മോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് നല്ല രീതിയിൽ എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ ചെയ്ത് കാണാം. യാതൊരു ഇഷ്യൂസും ഇല്ല. പോർട്രേറ്റ് മോഡ് എടുക്കുമ്പോഴും നല്ല ക്വാളിറ്റിയാണ്, നോർമൽ ഇമേജ് എടുക്കുമ്പോഴും നല്ല ക്വാളിറ്റി തന്നെയാണ്, ബെസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോ ഇതിൻ്റെ ക്യാമറ നമ്മൾ ഇത്രയും ക്ലിക്ക് ചെയ്തതിന് തന്നെയും ഒരു നല്ല ക്യാമറ സെറ്റപ്പായിട്ടാണ് തോന്നുന്നത്. കൂടുതൽ വിശദമായിട്ട് ഇതിനെ വിമർശിക്കണമെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയണമെങ്കിൽ കുറച്ച് ദിവസം കൂടി യൂസ് ചെയ്തതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ഞാനത് വ്യക്തമായി പരിശോധിച്ചതിന് ശേഷം അടുത്ത വീഡിയോയിൽ കാര്യങ്ങൾ വിശദമായിട്ട് പറയാം. സോ അത്രയുമാണ് നമ്മുടെ ഒരു ക്യാമറ സാമ്പിളുകളുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓവറോൾ നല്ല ക്വാളിറ്റിയാണ്. മെയിൻ ക്യാമറയും സെൽഫി ക്യാമറയും ഡേ ലൈറ്റിലും ലോ ലൈറ്റിലും ഒക്കെ നല്ലൊരു ക്വാളിറ്റിയാണ് നമുക്ക് ഫീൽ ചെയ്തത്. സോ എന്തായാലും ഓവറോൾ നമുക്കൊരു നല്ല ഒരു ഓപ്ഷൻ ആയിട്ടാണ്, ഈ ഒരു പ്രൈസിന് ഒരു നല്ല ഓപ്ഷൻ ആയിട്ടാണ് നമുക്ക് ഇതുവരെ ഫീൽ ചെയ്തത്. പിന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചൊരു കാര്യമാണ് എൻ്റെ മോളെ ഒന്ന് കാണിക്കണം വീഡിയോയിൽ എന്നുള്ളത്. ഇതാണ് എൻ്റെ മോള്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോയിൽ കയറി വന്ന് എന്നെ തന്നെ ട്രോളിയിട്ട് പോകുന്നതാണ് അവളുടെ പരിപാടി. എന്തായാലും ലോക്ക്ഡൗൺ ആയിട്ട് പുള്ളി പുറത്തൊന്നും ഇറങ്ങുന്നില്ല. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ദേഷ്യമൊക്കെ എൻ്റെ വീഡിയോയിൽ വന്നിട്ടാണ് പുള്ളി ഇപ്പോൾ തീർക്കുന്നത്. സോ ഫൈനലി നമ്മളൊരു അൺബോക്സിങ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ ഒരു രീതി കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഈ ഫോണിനെ കുറിച്ച് പറയാനുള്ളത്, ഒരു നല്ല
കയ്യിൽ ഇൻ ഹാൻഡ് ഫീൽ നല്ലൊരു ഫീൽ കിട്ടുന്ന വളരെ ലൈറ്റ് വെയിറ്റ് ആയ സ്ലിമ്മായ ഒരു ഫോൺ കയ്യിലിരിക്കുന്ന രീതിയിലുള്ളൊരു നല്ല പ്രീമിയം ഫോൺ കയ്യിലിരിക്കുന്ന ഒരു നല്ല ഫീൽ തരുന്ന ഒരു ഫോണാണ്. ഒരു ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന രീതിയിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം. അതായത് കൂടുതൽ നല്ല പെർഫോമൻസ്, ഗെയിമിംഗ് പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്, ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം. ക്യാമറ ഓൾറെഡി ഞാൻ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾക്ക് അത് കാണാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്കത് വരും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ അൺബോക്സിംഗ് ആൻഡ് ഇനീഷ്യൽ ഇംപ്രഷൻ എന്ന വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.